വണ്ടിയുടെ സൗണ്ട്. ആ, അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ചെടികളിൽ നിന്നിപ്പം വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറ്റുന്നില്ല. രാവിലെ ആയാലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിയുടെ സൗണ്ട്. ആ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഒരുപാട് ചെടികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചെടികൾ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി, കാരണം ശ്രദ്ധിക്കാതെയൊക്കെ ആയിട്ട്. അപ്പം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ചെടി എന്ന് പറയുന്നതാണ്ട് ഇവിടെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ചെടിയെന്ന് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. താണ്ടേ ഇതാണ് കേട്ടോ, കാണാൻ എന്ത് ഭംഗിയല്ലേ, കണ്ടോ. ഇതിൻ്റെ പേര് പെറ്റൂണിയ എന്നാണ് കേട്ടോ. ഈ പെറ്റൂണിയ പല പല കളേഴ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം ചെറിയൊരു കമ്പുകൾ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ടത് കിളിക്കാനെങ്കിൽ കാര്യം. അപ്പോൾ ഇത് താണ്ടെ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ചെടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാണിച്ചു തരട്ടെ. എൻ്റെ അടുത്ത ഒരു പൂവെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരെണ്ണമാണ്. പക്ഷേ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു മഞ്ഞ കൊങ്ങിണി പൂവ് കേട്ടോ. എനിക്കത് ഇംഗ്ലീഷ് ലാൻഡാനേന്നാണെന്ന് തോന്നുന്നു, എനിക്ക് മറന്നുപോയി. അതാണ്. പക്ഷെ അത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പൂ വളരെ കുറവാണ്. അതിൻ്റെ 3-4 തൈകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നല്ല വെയിൽ വരുമ്പോഴത്തേക്കും നല്ല കുട ഇല പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ പൂ കൊണ്ട് ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ഇതാണത്. നല്ല മഞ്ഞ കളറിൽ കണ്ടേ, നല്ല ഭംഗി. ഇപ്പം ഇതിനകത്ത് കുറച്ച് പൂക്കളെല്ലാം ഉണ്ട്. ഇനി മഴ തുടങ്ങിയത് കൊണ്ട് അപ്പം അതെല്ലാം അങ്ങ് പോവും. പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് സൗണ്ട് വരുന്നു. ഞാൻ റോഡിലൂടെ ബസ് കാറുകളും ഒക്കെ പോകുന്നത് കൊണ്ട് ചില സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ക്ഷമിക്കണേ. ഇനി അടുത്തത് എനിക്കിവിടെ അയലത്തുനിന്ന് ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചതാണ്ടോ, ചെറിയ ചെറിയ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ പ്ലാന്റോ അങ്ങനെ എന്തോ ആണ്. പോട്ടെ, അതാണ് ഇതിൻ്റെ പേര്. കണ്ടില്ലേ, ഇത് പക്ഷേ ഞാൻ ചെറിയൊരു പാത്രത്തിന് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. ചട്ടി വാങ്ങണം. നല്ല പൂക്കളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പം അത് പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഇലച്ചെടികളാണ് കേട്ടോ. ഇലച്ചെടികൾ ഇത് കണ്ടില്ലേ, ഈ നിൽക്കുന്നത് അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, കിളിപ്പിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് കളർ പൂ പിടിക്കുന്നത്. പൂ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. മുട്ടം പൂവാണ് അത്. അപ്പം അത് ഞാൻ പൂ പിടിച്ചിരിക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റാണ്, ബിഗോണിയയുടെ വെറൈറ്റി ബിഗോണിയ. ചെറിയ ഒരു കുഞ്ഞ് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റാണ്. ഇത് ഇൻഡോർ ആണെങ്കിലും ഞാൻ ഔട്ട്ഡോറായിട്ട് സൂക്ഷിക്കുന്നത് എൻ്റെ കുഞ്ഞ് പ്ലാന്റ്. അതിനടുത്ത് നന്നായിട്ട് നമ്മളെ നിൽപ്പുണ്ട്. എൻ്റെ പേര് മറന്നുപോയി, എന്തോ മറന്നു അറിയാമായിരുന്നു. അതാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും. പിന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടോ. ഇതാണ് വേറൊരു വെറൈറ്റി. ഇത് നല്ല ഇലയൊക്കെ നല്ല രസമുള്ളതാണ്. പിന്നെ അതും നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, ഇൻഡോർ പ്ലാന്റിൻ്റെ തന്നെ. ഇതൊരു നല്ലതാണ് സംഭവം. കാണാൻ നല്ല നോക്കി പച്ചയും നല്ല കളറുമായിട്ടുള്ള ഒരു ഇല, നല്ല ഭംഗിയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് എൻ്റെ വൈറ്റ്, പ്യൂർ വൈറ്റ് അല്ല, ആ വൈറ്റിനകത്ത് ചെറിയൊരു വയലറ്റ് ഷെയ്ഡൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ വയലറ്റ് കളറുള്ള അതുകൊണ്ട് അതാണ്. ഇതാണ് കണ്ട, ഇത് പ്യൂർ വൈറ്റ് അല്ല സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ആ പൂവിനത് ചെറിയൊരു ഡിസൈൻ പോലെ ചെറിയൊരു കളറ്, ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു കളറ് അതിനകത്ത് ഉണ്ട്. പിന്നെന്ന് പറയുന്നിടത്തെ വയലറ്റാണ് കേട്ടോ. അതും എന്നും പൂവാണ് ഇതിനകത്ത്. എന്നും പൂ കാണുമെന്നുള്ളതാണ് രസം കേട്ടോ. ഇതെൻ്റെ നല്ല കളറല്ലേ, നല്ല കളറായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ. മുട്ടുകളും എല്ലാം എല്ലാ ദിവസവും ഉണ്ട് ഇതിനകത്ത് മുട്ടുകൾ. അപ്പം ഇത് ഒരെണ്ണം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു നമ്മുടെ കൊങ്ങിണി പ്ലാന്റ്. അതിൻ്റെ തന്നെ നാടനാണ് കേട്ടോ. അത് ഒരുപാട് മുട്ടും പിന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ദാണ്ടേ ഇതാണ് സംഭവം. ഇത് ഒരുപാട് പിടിച്ച് നിൽപ്പുണ്ട്. നല്ല
കളർ. എൻ്റെ മിക്ക വീഡിയോസിലും നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ഇതിനൊക്കെ തട്ടി തടഞ്ഞുമൊക്കെ പോകുന്നതായിട്ട് ഉള്ള വീഡിയോസാണ് കേട്ടോ കൂടുതലായിട്ടും. എനിക്ക് പൂക്കളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഈ സംഭവം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എന്താ പറയുക, എൻ്റെ പേര് മറന്നുപോയി ഞാൻ, കുഴപ്പമില്ല, അത് ഓർത്ത് പറയാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ജെറബറ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അത് കണ്ട് ഞാൻ മുകളിലായിട്ട് വെച്ചിരുന്ന അതിൻ്റെ മുട്ട് പോയി നിൽക്കുന്നത്. ഇതാണ് ജെറബറ കേട്ടോ. അതിൻ്റെ മഞ്ഞ ഞാൻ കൊണ്ടുവച്ചതേ ഉള്ളൂ, അതൊന്നും ആയിട്ടില്ല, കിളിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അഡീനിയമാണ് കേട്ടോ. എനിക്ക് 5 കളേഴ്സിലുള്ള അഡീനിയം എൻ്റെ കയ്യിലുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ദാണ്ട് ഈ ഒരു പൂ പിടിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പൂ പിടിക്കുന്നുണ്ട്, ലൈറ്റ് റോസും സൈഡിൽ റെഡ് ഡിസൈനൊക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ നിൽക്കുന്നത് റെഡാണ് കേട്ടോ, അതിൻ്റെ തന്നെ റെഡാണ് സംഭവം. പിന്നെ അടുക്കിൻ്റെത് ഞാൻ എമൗണ്ടൊക്കെ കൊടുത്ത് വാങ്ങിച്ച് വെച്ചേക്കുന്ന അടുക്ക് വൈറ്റുണ്ട്, വൈറ്റ് അടുക്കുണ്ട്. ആ വൈറ്റിനെ തന്നെ ഡിസൈൻ വരുന്നത്, അങ്ങനെ 3-4 കളറിലുള്ള ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ പല വീഡിയോസിലും എടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ ഓർക്കിഡ് ഇപ്പോൾ തന്നെ മൊട്ടായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. അതിന് വിരിഞ്ഞ് വരാനായിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. ഇതാണ് എൻ്റെ ഓർക്കിഡ്, കണ്ടില്ലേ, മൊട്ടായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത്രയും എൻ്റെ ഓർക്കിഡ് കളക്ഷൻസാണ് കേട്ടോ. ഇത്രയും ഞാൻ എത്തി വെച്ചേക്കുന്നത് എൻ്റെ ഓർക്കിഡ്സ് പല കളേഴ്സിലാണ് കേട്ടോ. അപ്പം മുട്ട് വന്ന് നിൽക്കുന്നത് വൈറ്റ് കളറാണ്, അതെൻ്റെ വീഡിയോസിലുണ്ട്. വൈറ്റ് കളർ, പിന്നെ യെല്ലോ ഉണ്ട്, ലൈറ്റ് വയലറ്റ് കളറുള്ളതുണ്ട്. അപ്പോൾ ഇതുവരെ എനിക്ക് വൈറ്റ് മാത്രമേ മുട്ടിട്ട് പൂവിട്ട് കണ്ടിട്ടുള്ളൂ ഞാൻ. ബാക്കി വാങ്ങിച്ച സമയത്തുള്ള പൂവേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതുവരെ ഒന്നും പൂവിട്ടിട്ടില്ല. ഇതൊന്ന് മഴയൊക്കെ കഴിഞ്ഞിട്ട് പൂവിടുമായിരിക്കാം. പിന്നെ നിങ്ങളെല്ലാത്തിലും കണ്ടിട്ടുണ്ട് എൻ്റെ ആമ്പലുകളാണ് കേട്ടോ. എല്ലാത്തിനകത്തും മൊട്ട് വിരിഞ്ഞ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒച്ച്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, എൻ്റെ ഈ ഒച്ച് കാരണം എൻ്റെ ആമ്പലിൻ്റെ ഇലകളെല്ലാം തിന്ന് തീർക്കുവാണ് അത് കേട്ടോ. എൻ്റെ നല്ല മൊട്ടെല്ലാം വിരിഞ്ഞ് നിൽക്കുകയാണ്, മൊട്ട് വന്ന് നിൽക്കുന്നുണ്ട് കണ്ട. അതുപോലെ താണ്ടേ ഇതൊരെണ്ണം നല്ല കളറാണ് കേട്ടോ. ഇത് ഇവിടെ വൈറ്റ് കളറിലാണ് കേട്ടോ, വൈറ്റ് കളറാണ് ഉള്ളത്. പക്ഷെ അതിന്നിപ്പോൾ വാടിയിട്ടുണ്ട്, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വാട്ടൽ സംഭവിച്ചതാണ്ടേ. ഇതാണ് എൻ്റെ ആമ്പൽ, വൈറ്റ് കളേഴ്സ്. അങ്ങനെ എനിക്ക് 5 ബൗളിലായിട്ടുള്ള എൻ്റെ ആമ്പലുകളുണ്ട്. ഇനി അടുത്ത എൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കാണിച്ചു തരാവേ. വേണ്ടേ, ഇതാണ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും തന്നെ എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അപ്പം ഇതെന്താണെന്നുള്ളത് ഞാൻ എവിടെയെങ്കിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇതിൻ്റെ 2 കളേഴ്സ് ഞാൻ ഓരോരുത്തർ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരൊന്നും അനക്കമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 10 മണികളാണ് കേട്ടോ. 10 മണി ഇതൊരു വെറൈറ്റി 10 മണിയാണ്, വലിയ 5 കളറുള്ള ഒരു 10 മണിയാണ് ഇത്. എൻ്റെ മുട്ടിൻ്റെ രാവിലെ വിരിഞ്ഞ് ഇതായി പോയതേ ഉള്ളൂ, അതുണ്ട്. പിന്നെന്ന് പറയുന്നത് ആന്തൂറിയമാണ് കേട്ടോ. എൻ്റെ ആന്തൂറിയം മുട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ മുട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, മുട്ട് വന്ന് നിൽക്കുന്നുണ്ട്, അതൊന്ന്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗോണിയയുടെ തന്നെ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ബിഗോണിയയുടെ തന്നെ വെറൈറ്റിയാണ്, കണ്ടില്ലേ, ഇതാണ് ഒരെണ്ണം. നല്ല കളറിലായിട്ട് ഉള്ള ഒരെണ്ണമാണ് കേട്ടോ. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ അതിനകത്ത് ഒറ്റ മൂഡ് മാത്രമേ ഉള്ളൂ, അത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് 5-6 കമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് കൊടുക്കുന്നതുകൊണ്ട് വിഷമമില്ല. പക്ഷേ അതൊരൊറ്റ കമ്പായതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ കടലാസ് ചെടി, എല്ലാവർക്കും അറിയാവുന്ന ഒരു കടലാസ് ചെടി, വൈറ്റും അതുകൊണ്ട് തന്നെ മെറൂൺ, ഇതാണ് പിങ്ക് കളറുള്ള. പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുഖത്തല ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ച എൻ്റെ ഇതാണ്, കണ്ട, ഇതെൻ്റെ ഫേവറേറ്റ്. എന്നും പൂക്കളുണ്ട്, എല്ലാ ദിവസവും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ തന്നെ നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ടല്ലേ, കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. പിന്നെന്താ, അപ്പോൾ പിന്നെ നമുക്കറിയാം കാക്കപ്പൂവാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ. എല്ലായിടും എൻ്റെ ഇവിടെ മിക്കതും കാക്കപ്പൂവുണ്ട്. ആണ്ട് ഇതാണ് എൻ്റെ കാക്കപ്പൂ. ഈ കളർ, ഇത് പല കളേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ, ഇതാണ് പൂ വിരിഞ്ഞ് എൻ്റെ കാക്കപ്പൂവിനകത്ത് പൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ കല്യാണി ഉണ്ടല്ലോ, അതായത് നമ്മുടെ മലയാളീസിൽ പറയുന്നത് നമുക്ക് ശവം മാറി
എന്ന് പറയുന്നത്. അതൊരു ശവനാരങ്ങയുടെ ഏറ്റവും അതിനെ അങ്ങനെ പുച്ഛിച്ച് കളയാനുള്ളൊരു ചെടിയല്ല, ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണെന്നാണ് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ പോയപ്പോൾ നമ്മുടെ സൂര്യകാന്തി പൂവിൻ്റെ കുഞ്ഞ് ഇതായിട്ടുള്ളൊരു ചെടി കണ്ടിട്ട്, അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ എന്ത് ചെയ്തു, വണ്ടി നിർത്തിയിട്ട് ഞാനത് എടുത്തുകൊണ്ട് വന്നു. ഞാൻ വിചാരിച്ചത് കിളിക്കത്തില്ല, അപ്പം വെച്ചാൽ അവിടെ അയ്യത്ത് ഇങ്ങനെ പടന്ന് കിടന്നതാണ് സംഭവം. അത് കിളിക്കത്തില്ല എന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വെച്ചതാണ്. പക്ഷെ അത് കിളിച്ച് എനിക്ക് പൂവിട്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ഇതായിരിക്കുന്നുണ്ട്. എനിക്ക് പൂക്കളിട്ട് തന്നിട്ടുണ്ട്, മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ നമ്മുടെ സൂര്യകാന്തി പൂവിൻ്റെ ചെറിയതായിട്ട്. അപ്പോൾ ഇനി എന്താ, ഇനി കുറേ ഞാൻ കിളിപ്പിക്കാനായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കിളിച്ച് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളവിടെ കണ്ടതിൻ്റെ പൊങ്ങണിയുടെ വേറൊരു കളറ് കണ്ട. അപ്പോൾ ഇത്ര പിന്നെ ചെമ്പരത്തി, പിന്നെ മഞ്ഞ കോളാമ്പിപ്പൂവ്, അതൊക്കെ പൂത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെയാണത്, എല്ലാവരുടെയും ഉള്ളത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള എൻ്റെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡോർ പ്ലാന്റിൽ ചെറുത് ഞാൻ 2-3 ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് എൻ്റെ പേരെന്താ, മറന്നുപോയി. ഇതാണ് സംഭവം. അത് ഞാൻ അകത്ത് വെക്കാനായിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ റോസ, ആകെ ഒരൊറ്റ മൂട് റോസേ ഉള്ളൂ കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ അന്നൊരു പൂ വിട്ടതേ ഉള്ളൂ. പിന്നെ ഒരു അനക്കവും ആവിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സംഭവമാണ്. അത് കുഞ്ഞ് പൂ വിളിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണിച്ച സ്ഥിതിക്ക് നമ്മുടെ നിത്യകല്യാണിയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞൊരു പൂവാണ്. ഇവിടെ കിടന്ന് കിളിച്ച് പൂവിട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മാവിൻ്റെ ചുവട്ടിലായിട്ട് പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇതിൻ്റെ വേറൊരു കളറാണ് ഈ നിൽക്കുന്നതിനകത്ത്. ഇന്നലെ പൂവുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അതിനകത്തില്ല. വേറൊരു ചെടി കാണിച്ചു തരട്ടെ. അത് ഇന്ന് ഞാനൊരു യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനകത്ത് അത് ഒരുപാട് പിടിച്ചിങ്ങനെ നല്ല മണമുള്ളൊരു പൂ. എൻ്റെ പേരെന്തായിരുന്നു, നിശാഗന്ധി. അത് രാത്രിയെല്ലാം കണ്ടല്ലേ വിരിയുന്നത്. അപ്പോൾ അത് ഒരുപാട് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൊഞ്ച് തൈ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മഴയൊക്കെയാണെന്ന് മാറ്റി നടണമെന്നുണ്ട്. ഒരു കുഞ്ഞ് ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരട്ടെ. അതാണ് അയ്യോ വേരുമൊക്കെ വന്ന് കണ്ടോ. ഇതാണ് സംഭവം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ. ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് മാറ്റി നടണമെന്നുള്ളത് ഞാൻ കുറേ ദിവസം കൊണ്ട് അറിയുന്നു. കാരണം വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ ഇത് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു അത്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെടിയുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, എന്തായാലും പറയുന്നത് സ്നേക്ക് പ്ലാന്റ്. ഇതാണ് സ്നേക്ക് പ്ലാന്റ്. ഇത് കുറേ തൈ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒരു കൂട്ടം കൂടി തന്നെ നിൽക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചട്ടി വളരെ കുറവായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തുള്ളൊരവസ്ഥയിലിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ ചെടികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയും കുറേ ചെടികളൊക്കെ വാങ്ങിച്ച് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ബഡ്ജറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.